ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഞാൻ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റിയായ ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കത് തേങ്ങാപ്പാൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കറി ഉപയോഗിച്ചിട്ടെല്ലാം കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ ഒരു കപ്പ് ചെറിയ അരി, നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അരിയാണ് എടുത്തത്. അതൊന്ന് കുറച്ച് സമയം കുതിർത്ത് വെക്കുക. ഒരു 3-4 മണിക്കൂർ കുതിർത്താൽ മതി. അതിലേക്ക് അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഉപയോഗിച്ച് അരച്ചെടുത്തതിന് ശേഷം, ഇത് പത്തലിൻ്റെ പൊടിയാണ്, കണ്ണൂക്കാറ പത്തൽ പൊടിയാണ്, പത്തിരിയല്ല. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 2 സ്പൂണ് മിൽമ ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്ത് നമുക്ക് നന്നായി കുഴച്ചെടുക്കുക. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇഡ്ഡലി തട്ടാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് ഈ മാവ് കുറച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇഡ്ഡലി തട്ടിലാക്കിയത് കൊണ്ട് നല്ല ചെറിയ ചെറിയ ഇടിയപ്പമായിട്ട് തന്നെ നമുക്കാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. കുഞ്ഞരിയും തേങ്ങയൊക്കെ അരച്ച് അതിലേക്ക് പൊടി ചേർത്താക്കുന്നത് കൊണ്ട്. പിന്നെ അത് നമുക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പം നല്ല കട്ടി തേങ്ങാപ്പാലും അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും മിൽമഗിയൊക്കെ ചേർത്ത് പഴവും ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ അതിന് വേണ്ടി ഞാനൊരു വൈറ്റ് ഗ്രീൻ പീസ് കുറുമയാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഗ്രീൻ പീസ് തലേന്ന് പുതിർത്തി വെച്ച് അതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു ഉള്ളി, ഒരു തക്കാളി, പച്ചമുളക്, പിന്നെ മാഗിയുടെ ക്യൂബ് ഒന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പട്ട, കറാമ്പ്, ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഒരു അരക്കപ്പ് തേങ്ങയും ഒരു 10ഓളം അണ്ടിയും കൂടി നന്നായി അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഗ്രീൻ പീസ് വെന്ത് വന്നതിന് ശേഷം അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ഗ്രീൻ പീസ് വൈറ്റ് കുറുമ ഉണ്ടാക്കിയെടുക്കാം. അതൊന്ന് തിളപ്പിച്ചെടുത്ത് നല്ലൊരു കറി ആണ്. അത് ഇതുപോലെ നമുക്ക് കുറച്ച് ബട്ടറും കസൂരി മേത്തിയൊക്കെ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഈ ഇടിയപ്പത്തിന് നല്ല ടേസ്റ്റാണ്. അതും കൂട്ടി കഴിക്കാം. ഇൻഷാ അല്ലാ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക.